രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ജമ്മു കാശ്മീരിലേക്കാണ്. സെപ്റ്റംബർ 18-ന് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്താൻ പാക് നിന്നുള്ള ഭീകരവാദികളും മറ്റ് ഭീകര ഗ്രൂപ്പുകളും ശ്രമിച്ചേക്കുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ അവിടെ സൈന്യത്തിൻ്റെ വലിയ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ബംഗ്ലാദേശിലും സമാനമായിരുന്നുള്ള സംഘർഷം, ഇന്ത്യ വിരുദ്ധമായ ഒരു കൂട്ടായ്മ അവിടെ ഭരണത്തിലേക്ക് എത്തുന്നു. മ്യാൻമാറിൽ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലും അവിടുത്തെ കുക്കി തീവ്രവാദികൾ ആക്രമണം ശക്തമാക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ തൊട്ടു പിന്നാലെയോ ഇന്ത്യ അതിർത്തി കടന്ന്, കാരണം കാശ്മീർ അതിർത്തിക്കപ്പുറം പാക് അധിനിവേശ കാശ്മീരിൽ ഏതാണ്ട് 500ഓളം ഭീകരവാദികൾ തമ്പടിക്കുന്നു എന്നുള്ളത് ദേശീയ ചാനലായ ന്യൂസ് 18 വിഷ്വൽ സഹിതം പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത നമ്മുടെ ഇന്റലിജൻസും അത് സ്ഥിരീകരിച്ചിരുന്ന വാർത്തയാണ്. ഒരുപക്ഷെ അത്തരത്തിലൊരു നീക്കം നടന്നേക്കാം. ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആക്രമണങ്ങളെ ശക്തമായി തന്നെ നേരിടാൻ ഒരു ഒരുക്കം നടന്നേക്കാം. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനത്തെ കാണുന്നത് പലരും. പക്ഷേ ഔദ്യോഗികമായി ഈ അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനം ഉക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനാണ് എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇന്ത്യ അതിർത്തി കടന്നടിക്കാനുള്ള സാധ്യത തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ആ ഒരു നയതന്ത്ര ബന്ധം ശക്തമായിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏത് നിമിഷവും അതിർത്തി കടന്നേക്കാം, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീഷണികളെ യാതൊരു ദാക്ഷിണ്യം കൂടാതെ നേരിട്ടേക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.